UPSC സിവിൽ സർവീസ് എക്സാം 2024 സെറ്റ് എയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ജിയോഗ്രഫിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റേറ്റ്മെന്റ് 1, സ്റ്റേറ്റ്മെന്റ് 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യത്തെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാം. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് 1, the atmosphere is heated more by incoming solar radiation than terrestrial radiation എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അതായത് അറ്റ്മോസ്ഫിയർ ഹീറ്റ് ചെയ്യപ്പെടുന്നത് കൂടുതലായിട്ടും ഇൻകമിംഗ് റേഡിയേഷനിൽ നിന്നാണ് ദാൻ ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യം മനസ്സിലാക്കണമെങ്കിൽ ജിയോഗ്രഫിയിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. നമുക്കറിയാം സൂര്യൻ എന്നുള്ള സോളാർ റേസ് രശ്മികൾ വരുന്നുണ്ട്, ഇത് ഭൂമിയിലേക്ക് വരുന്നുണ്ട്. ഇത് ഭൂമിയിലേക്ക് വരുമ്പോൾ ഭൂമിക്ക് ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ട് ഇവിടെ. ഈ അറ്റ്മോസ്ഫിയറിനെ ഹീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് സൂര്യനിൽ നിന്ന് വരുന്ന ഇൻകമിംഗ് സോളാർ റേഡിയേഷൻ ആണ് അറ്റ്മോസ്ഫിയറിനെ കൂടുതലായിട്ട് ഹീറ്റ് ചെയ്യുന്നതായിട്ടുള്ളത് ദാൻ ടെറസ്ട്രിയൽ റേഡിയേഷൻ. ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് വെച്ചാൽ ഭൂമിയിലേക്ക് വന്നത് ഭൂമി ആഗിരണം ചെയ്യുകയും അതിനുശേഷം ഭൂമി പുറത്തേക്ക് വിടുന്നുണ്ട് റേഡിയേഷനെ. ഇതിനെയാണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇൻകമിംഗ് റേഡിയേഷൻ ആണ്, അതായത് ഇൻകമിംഗ് റേഡിയേഷൻ ആണ് ടെറസ്ട്രിയൽ റേഡിയേഷനേക്കാൾ കൂടുതൽ അന്തരീക്ഷത്തെ ഹീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വളരെ ബേസിക് ആയിട്ട് ജിയോഗ്രഫി പഠിച്ച ആൾക്കാർക്ക് അറിയാൻ വേണ്ടി പറ്റും ടെറസ്ട്രിയൽ റേഡിയേഷൻ അല്ലെങ്കിൽ ഭൂമിയാണ്, അല്ലെങ്കിൽ ഭൂമിയുടെ ഹീറ്റിംഗ് നടക്കുന്നത്, അന്തരീക്ഷത്തിലെ ചൂട് പിടിപ്പിക്കുന്നത് ഭൂമിയിൽ നിന്നുള്ള ടെറസ്ട്രിയൽ റേഡിയേഷൻ ആണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഭൂമിയുടെ ഉപരിതലത്തിന്റെ അടുത്ത് നമുക്ക് അന്തരീക്ഷത്തിലെ താപനില കൂടുകയും മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് താപനില കുറയാനുള്ള ഒരു കാരണവും വരുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് ഹീറ്റ് ചെയ്യുന്ന ഇൻകമിംഗ് സോളാർ റേഡിയേഷൻ ആണ് എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ജിയോഗ്രഫിയിൽ അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് പഠിക്കുമ്പോൾ വളരെ ഫണ്ടമെന്റൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അതായത് ഭൂമിയിൽ നിന്നുള്ള ടെറസ്ട്രിയൽ റേഡിയേഷൻ ആണ് അന്തരീക്ഷത്തെ കൂടുതലായിട്ട് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിനെ കൂടുതലായിട്ട് ഹീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ബേസിക് ആയിട്ട് കാര്യമാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ ഓപ്ഷൻസിലേക്ക് നോക്കി കഴിഞ്ഞാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ കറക്റ്റ്. ഇത് പോയി, ഒന്നാമത്തേത് തെറ്റാണെന്ന് നമുക്കറിയാം. സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് 2 ആർ കറക്റ്റ്, ഇതും പോയി, കാരണം സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാണെന്ന് നമുക്കറിയാം. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് തെറ്റാണെന്ന് നമുക്കറിയാം. ഓൾറെഡി ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. കാരണം സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഇൻകറക്റ്റ് എന്ന് പറയുന്നത് ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിൽ മാത്രമാണ്, ഡിയിൽ മാത്രമാണ്. സോ ഉത്തരം ഡി ആണ്. അത് ഓർത്ത് വെക്കേണ്ട കാര്യം, ഇവിടെ ഒറ്റ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് അറിയുമ്പോഴേക്കും നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റി എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി സ്റ്റേറ്റ്മെന്റ് 2 കൂടി, നമുക്ക് ഓൾറെഡി ഉത്തരം കിട്ടി എങ്കിലും സ്റ്റേറ്റ്മെന്റ് 2 നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് അതർ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ആർ ഗുഡ് അബ്സോർബേഴ്സ് ഓഫ് ലോങ് വേവ് റേഡിയേഷൻ എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായാലും ശരിയായിരിക്കുമെന്ന് നമുക്കറിയാം, കാരണം ഓപ്ഷൻസ് ഉണ്ട്. എങ്കിലും നമുക്ക് ഈ ഒരു പോയിന്റ് എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇത്തരത്തിൽ സൂര്യനിൽ നിന്ന് വരുന്ന റേഡിയേഷൻസ് സാധാരണ ഷോർട്ട് വേവ് റേഡിയേഷൻസ് ആണ് ഉണ്ടാവുക. ഈ ഒരു ഷോർട്ട് വേവ് റേഡിയേഷൻ ഭൂമി ആഗിരണം ചെയ്യുകയും ഭൂമി എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസ് ലോങ് വേവ് റേഡിയേഷൻസ് എന്നാണ് വിളിക്കുക, കാരണം വേവ് ലെങ്ത് കൂടിയ റേഡിയേഷൻസ് ആയിരിക്കും ഉണ്ടാവും. ഇത്തരം ലോങ് വേവ് റേഡിയേഷനെ ഭൂമിയുടെ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡും ഗ്രീൻ ഹൗസ് ഗ്യാസ് പോലുള്ള മറ്റു വാതകങ്ങളും ആഗിരണം ചെയ്യുകയും അവ ഭൂമിയുടെ അന്തരീക്ഷത്തെ ഹീറ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഒരു നല്ല ടെമ്പറേച്ചർ ഉള്ളത്, അല്ലാതെ മറ്റ് ഗ്രഹങ്ങളെ പോലെ തണുത്തുറഞ്ഞ ഒരു അന്തരീക്ഷമല്ല നമ്മുടെ ഭൂമിക്ക് എന്നുള്ളത് നമ്മൾ പഠിക്കുമ്പോൾ, അന്തരീക്ഷത്തെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ വളരെ ബേസിക് ആയിട്ട് മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ ഇവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ് എന്ന് കൂടി ഓർത്തു വെക്കുക. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഭാഗം എവിടെ നിന്നാണ് ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ NCERT ടെക്സ്റ്റ് ബുക്കുകളിൽ വളരെ ഫണ്ടമെന്റൽ ആയിട്ട് നൽകിയിട്ടുള്ളതാണ്. ലേണേഴ്സിന്റെ ജിയോഗ്രഫിയുടെ ക്ലാസ്സുകളിൽ ഹീറ്റ് ബഡ്ജറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇൻസലേഷൻ റിസീവ് ചെയ്യുന്നത് അത് ഷോർട്ട് വേവ്സ് ആയിട്ടാണ് ഭൂമിയിലേക്ക് വരുന്നത്. ഭൂമി അതിനെ ആഗിരണം ചെയ്തിട്ട് ലോങ് വേവ് ഫോമിലാണ് റേഡിയേറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. ഇത് ഭൂമിയുടെ അന്തരീക്ഷത്തെ ഹീറ്റ് അപ്പ് ചെയ്യുന്നത് ബിലോയിൽ നിന്നാണ്. ഇതിനെയാണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് വിളിക്കുന്നത്. സൂര്യനിൽ നിന്ന് വരുന്നത് ഷോർട്ട് വേവ് ആണ്. ഇത് ഭൂമി ആഗിരണം ചെയ്ത്
ഭൂമി അന്തരീക്ഷത്തെ താഴെ നിന്ന് മുകളിലോട്ടാണ് ഹീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ലോങ് വേവ് റേഡിയേഷനെ, ഭൂമി എമിറ്റ് ചെയ്യുന്ന ലോങ് വേവ് റേഡിയേഷനെ അന്തരീക്ഷത്തിലെ അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് particularly കാർബൺ ഡൈ ഓക്സൈഡും ഗ്രീൻ ഹൗസ് ഗ്യാസസും ആഗിരണം ചെയ്യുന്നു. ഇത് അറ്റ്മോസ്ഫിയറെ ഇൻഡയറക്ട്ലി ഹീറ്റ് ചെയ്യും എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ഹീറ്റ് ആണ് അന്തരീക്ഷത്തിന്റെ താപനിലയ്ക്ക് പ്രധാനപ്പെട്ട കാരണമാകുന്നത് എന്നുള്ളതും നമ്മൾ ഈ ഒരു ടെറസ്ട്രിയൽ റേഡിയേഷൻ, ഹീറ്റ് ബഡ്ജറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ പഠിക്കുന്നുണ്ടെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ജിയോഗ്രഫിയിലെ വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ആശയങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ജിയോഗ്രഫിയിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളുമാണ്. അപ്പൊ ജിയോഗ്രഫിക്ക് NCERT ടെക്സ്റ്റ് ബുക്കുകൾ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ ജിയോഗ്രഫി നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങണം എന്നുണ്ടെങ്കിൽ ജിയോഗ്രഫിയുടെ ഫ്രീ ക്ലാസ്സസ് നിങ്ങൾക്ക് ലേണേഴ്സിന്റെ യൂട്യൂബ് ചാനൽ ജസ്റ്റ് ജിയോഗ്രഫി ലേണേഴ്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു 66 വീഡിയോസ് ഉള്ള പ്ലേലിസ്റ്റ് കിട്ടും. ഇതിൽ നിങ്ങൾക്ക് ഫിസിക്കൽ ജിയോഗ്രഫിയുടെ പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ, ബേസിക് ഐഡിയാസ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ജിയോഗ്രഫിയുടെ മേലെ നല്ലൊരു ഐഡിയ കിട്ടും. ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ, പ്രത്യേകിച്ചും ക്ലാസ് 6 മുതൽ ക്ലാസ് 12 NCERT വരെ കവർ ചെയ്യുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ വേണമെങ്കിൽ ലേണേഴ്സ് ആപ്പിലൂടെ നിങ്ങൾക്ക് ജിയോഗ്രഫി UPSCയുടെ കോഴ്സ് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ലേണേഴ്സ് ആപ്പിനെ കുറിച്ചും ലേണേഴ്സ് ആപ്പിലെ ക്ലാസ്സുകളെ കുറിച്ചും ഒക്കെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലേണേഴ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത ചോദ്യമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.